അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിനക്ക് ജോലി കിട്ടത്തില്ലടിയും. എന്റെ മുഖത്ത് നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, ഇതിനെ കൊണ്ട് ഇത് പറ്റില്ല. എന്ത് വേദന ഉണ്ടാവും സ്വന്തം അച്ഛൻ മുഖത്തേക്ക് പറഞ്ഞിരിക്കുക. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി എല്ലാവരും ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു ക്ലാസ് കാണാം. കുട്ടികൾ വരുന്നതിനേക്കാൾ കൂടുതൽ പാരന്റ്സും വരുന്നു. അവരുടെ ഭർത്താക്കന്മാർ, സാർ എന്റെ വൈഫിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നത് ഞങ്ങളിപ്പോ സക്സസ് മീറ്റിലെത്തുന്നു, ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങൾ ഇന്ന് വന്നതാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ LDCക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ വിജയിച്ചൊരു 2K കിഡും കാസർഗോഡ് ജില്ല വിജയിച്ചൊരു 80s കിഡുമാണ്. അപ്പൊ രണ്ട് ജനറേഷൻ ഗ്യാപ്പിലുള്ള ആൾക്കാരെ സിംഗിൾ ഡിജിറ്റിൽ എത്തിക്കാൻ പറ്റിയെന്നുള്ളത് സൈലത്തിന്റെയും അധ്യാപകരുടെ ഒരു സ്ട്രാറ്റജിയുടെ വിജയം. ഓക്കെ, അപ്പൊ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് പഠിക്കണമെന്നും എന്ത് പഠിക്കണ്ട എന്നും സൈലം കൃത്യമായിട്ട് എന്നെ പഠിപ്പിച്ചു. അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളത് ഓക്കെ, എന്ത് പഠിക്കണ്ട, ഏത് സ്കിപ്പ് ചെയ്യണമെന്ന് വരെ കൃത്യമായി പറഞ്ഞു. 2023 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ കേരളത്തില്, നമ്മുടെ കോഴിക്കോട് ആ ഒരു കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഒരു PSCയുടെ മഹാസംഗമം നടന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ദിവസം ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെ. അന്ന് നമ്മുടെ കേരളത്തിൽ PSC എക്സാംസിന് തയ്യാറെടുക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മൻസൂർ സാറിനെ വിശ്വസിച്ചുകൊണ്ട് അന്ന് അവിടേക്ക് വന്നു. അന്നാണ് നമ്മുടെ സൈലം PSCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു ലോഞ്ച് നടക്കുന്നത്. ആ ലോഞ്ചില് മൻസൂർ സാറ് നൽകിയൊരു വാക്കുണ്ട്, നിങ്ങളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കും എന്ന് ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കും അല്ലെ. അത് അതിനുശേഷം വന്ന ഒരു 2.5 വർഷങ്ങൾക്ക് ശേഷം വന്ന വിവിധ പരീക്ഷകളുടെ റിസൾട്ടിലൂടെ നമ്മളത് തെളിയിച്ചു അല്ലെ. LPക്ക് നമുക്ക് ആദ്യത്തെ 8 റാങ്കുകൾ നമുക്കായിരുന്നു, UPക്ക് ആദ്യത്തെ 7 റാങ്കുകൾ, LDCക്ക് ആദ്യത്തെ 5 റാങ്കുകൾ നമുക്കായിരുന്നു. സിംഗിൾ ഡിജിറ്റ് 1 റാങ്കാണ്. ആദ്യത്തെ 1 റാങ്കുകളെല്ലാം നമ്മൾ കരസ്ഥമാക്കി. അത് ഒരു റിസൾട്ട് നമുക്ക് കാണിക്കാനില്ലാത്തൊരു സ്ഥാപനമാണ്. ഒരു 2.5 വർഷങ്ങൾക്കപ്പുറം നമ്മൾ എന്ത് ചെയ്തത്, ആദ്യത്തെ ഫസ്റ്റ് റാങ്കുകൾ തന്നെ നേടിയെടുത്ത് നമ്മൾ കേരളത്തിന് മുന്നിൽ ഒരു മാതൃക നമ്മൾ സൃഷ്ടിക്കുകയാണ്. പറഞ്ഞാല് ആ ഒരു മഹാസംഗമത്തിന് ശേഷം സൈലം PSC ഏതൊക്കെ കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടോ, അതിലൊക്കെ പരീക്ഷ കഴിയുന്നതോടുകൂടി ഏറ്റവും നല്ല സിംഗിൾ ഡിജിറ്റ് റാങ്കുകൾ, ഏറ്റവും ഒടുവിലായിട്ട് വന്ന സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ പരീക്ഷ ഡിഗ്രി ലെവലിന്റെ അതിൽ 1 റാങ്ക്, പരീക്ഷയ്ക്ക് റാങ്ക്, ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ 4 റാങ്ക് ഉണ്ടാവും, LGSന്റെ പരീക്ഷ. അതായത് ഒട്ടുമിക്ക PSC നടത്തിയ എല്ലാ പരീക്ഷകൾക്കും എന്താണ് ആദ്യ റാങ്കുകൾ നേടി സൈലം തൂക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറയാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ മഹാസംഗമത്തിന് ശേഷം വീണ്ടും ഒരു മഹാസംഗമം നമ്മൾ നടത്തി. അതെ, അതായത് നമ്മള് ശരിക്കും നമ്മൾ ഈ ഒരു 2.5 വർഷം കൊണ്ട് സൈലം എന്നൊരു ബ്രാൻഡില് സൈലം PSC അതിന് ശരിക്കും ഒരു എന്താണ് ഒരു സക്സസ് സ്റ്റോറി അവിടെ എഴുതി കുറിക്കുക തന്നെയാണ്. ട്രെൻഡ് സെറ്റർ ആയിരുന്നു ശരിക്കും പറഞ്ഞ സൈലം ക്രിയേറ്റ് ചെയ്തത്. ശരിയാണ്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഞാൻ എന്താണ് വളരെ ഒരു സന്തോഷത്തോടു കൂടി, വളരെ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ഞാൻ നോക്കിക്കണ്ടത് അതിനുശേഷം നമ്മൾ നടത്തുന്ന ആ ഒരു സക്സസ് മീറ്റുകൾ. നമ്മുടെ സൈലത്തിന്റെ ആ ഒരു സക്സസിന്റെ യഥാർത്ഥ ആ ഒരു ഒരു പില്ലർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ റാങ്കുകൾ നേടിയെടുത്ത നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു സക്സസ് മീറ്റുകളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം അല്ലെ. അപ്പൊ സാറേ നിങ്ങൾ പറയാം, നമ്മൾ ആ ഒരു സക്സസ് മീറ്റിലേക്ക് എത്തിച്ചേർന്നപ്പോ അവിടെ കുട്ടികളെ നിങ്ങൾ ആ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു, നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ആദ്യത്തെ കാര്യം എന്തായിരുന്നു? ഒന്ന് സന്തോഷം തന്നെയാണ്, ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് ഈ സക്സസ് മീറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നടത്തിയ LP ആണല്ലോ. അപ്പൊ LPയുടെ സക്സസ് മീറ്റിൽ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു രോമാഞ്ചിഫിക്കേഷൻ എനിക്ക് തോന്നിയത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 1ാം റാങ്ക് നേടിയ വിന്ദുജ വന്നിട്ട് പറഞ്ഞ ഫസ്റ്റ് ഡയലോഗ്, ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കാരണം എന്റെ അച്ഛനാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈഗർലി ആയിട്ട് അച്ഛനെ പറ്റി എന്തോ പറയാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഈഗർലി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എന്തോ അച്ഛനെ പറ്റി കാര്യമായിട്ട് പറയാൻ പോവാ. ഫസ്റ്റ് ഡയലോഗ് ഇതാണ്. എന്റെ മുഖത്ത് നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, ഇതിനെ കൊണ്ട് ഇത് പറ്റില്ല. കുറെ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല, പിന്നെയാണോ എനിക്ക് കിട്ടില്ല, ഞാനാ പറയണത്, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിനക്ക് ജോലി കിട്ടത്തില്ലടിയും. അത് പറഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് ആലോചിച്ച് നോക്കി, എന്താ സ്വന്തം അച്ഛൻ പറഞ്ഞിരിക്കുന്നു, അത് അച്ഛൻ വില്ലൻ. പക്ഷെ ആ കുട്ടി ആ ഇതില് വാശിയോട് കൂടി പഠിച്ച് ആ 1ാം റാങ്ക് കിട്ടിയ അച്ഛന്റെ കയ്യിൽ കൊണ്ട് അഡ്വൈസ് ഈ പറഞ്ഞ കണക്ക് കൊണ്ട് കാണിക്കുകയാണ്. അച്ഛന്റെ മുന്നിൽ ആ റാങ്ക് ലിസ്റ്റ് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അതിന് എന്റെ ഈ PSC ജേർണിയില് എന്റെ കൂടെ ഉണ്ടായിരുന്ന സൈലം PSCക്കും എന്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. അപ്പൊ ഞാനത് ഭയങ്കര എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞ ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്.
നിങ്ങൾക്ക് ഇവരൊക്കെ നമ്മളെ കാണുമ്പോ ഫാരിസ് മാഷെ അല്ലെങ്കിൽ ആനന്ദ് മാഷെ, അതെ അതെ കൃത്യമായിട്ട് എനിക്കറിയാം. കോഴിക്കോട് സക്സസ് മീറ്റില് എന്താണ് പിള്ളേർ നടക്കോട് കയറി ടാറ്റൊക്കെ അല്ല, എനിക്ക് ഫാരിസ് സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും പിള്ളേരെ കൈയടിച്ച ഒരു സക്സസ് മീറ്റിന് വന്നപ്പോ ഇവര് മാത്രല്ല, ഇവരുടെ മക്കള്, അതേപോലെ തന്നെ ഇവരുടെ പാരന്റ്സ്, ഇവരുടെ ഭർത്താക്കന്മാരൊക്കെ അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇവരുടെ സന്തോഷത്തിന്റെ അപ്പുറത്ത് ഈ മക്കളുടെയും അല്ലെങ്കിൽ ഈ പാരന്റ്സിന്റെയും ഭർത്താക്കന്മാരുടെ ഒക്കെ സന്തോഷം, അവരൊക്കെ നമ്മളിലൂടെ അവർ ആ റാങ്കിലേക്ക് എത്തുന്ന നമ്മളോട് ഇങ്ങനെ പറയുമ്പോ നമുക്ക് വല്ലാത്തൊരു സന്തോഷം. അത്രയും ഒരു ഫാമിലിയെ, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി എല്ലാവരും ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു ക്ലാസ് കാണാം. അപ്പൊ ഫാമിലി മൊത്തം നമ്മൾ അറിയുന്നു, നമ്മളെന്താണ്, നമ്മളെങ്ങനെയാണ് അവരെ ടീച്ച് ചെയ്യുന്നതൊക്കെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ കുട്ടികൾ വരുന്നതിനേക്കാൾ കൂടുതൽ പാരന്റ്സും വരുന്നു. അവരുടെ ഭർത്താക്കന്മാർ, സാർ എന്റെ വൈഫിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഞങ്ങളത്തെ സക്സസ് മീറ്റിൽ എത്തുന്നു, നിങ്ങളെ കാണാനായിട്ട് ഞങ്ങൾ ഇന്ന് വന്നതാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മെയിൻലി നമ്മള് ആ ഒരു സക്സസ് മീറ്റിന്റെ നമ്മുടെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കൂടെ നിന്ന് പഠിച്ച ഉദ്യോഗാർത്ഥികളെ എന്താ ആദരിക്കുക, ആ ഒരു സന്തോഷം പങ്കെടുക്കാം. അതിനെക്കാട്ടിൽ ഉപരി എന്ന് പറയുന്നത് ഇനി വരുന്ന എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് എന്ത് നൽകുക, ഒരു മോട്ടിവേഷൻ അല്ലേ. അതായത് പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ച് വന്ന ആൾക്കാരാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ UP-യുടെ പരീക്ഷയ്ക്ക് ആലപ്പുഴ 1ാം റാങ്ക് നേടിയ രോഹിത്തിന്റെ ആ സക്സസ് സ്റ്റോറി എടുക്കാൻ പോയത് ഞാനും ശരത് സാറോടാണ്. അന്ന് നമ്മൾ കോട്ടയം സെന്ററിൽ വെച്ചാണ് എടുത്തത്. എന്നാൽ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ആദ്യമായിട്ട് ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതെ, ആദ്യമായിട്ട് PSC പരീക്ഷ. അവന്റെ നാട്ടിൽ എല്ലാവരും എന്താണ് ഗൾഫിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവനും എന്താ പഠിച്ചു കഴിഞ്ഞാൽ, അവൻ PhD ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു, എന്ത് ഇവിടെ നിൽക്കുന്നത്, ഗൾഫിൽ പോയി ജോലി നേട് എന്നാണ്. അവൻ നാട്ടിൽ 2 സർക്കാർ ഉദ്യോഗസ്ഥരേ ഉള്ളൂ. ഒന്ന് അവന്റെ ഏറ്റവും സുഹൃത്താണ്. അപ്പൊ ഇവൻ പഠിച്ചു കഴിഞ്ഞപ്പോ ഇവനെ പഠിക്കാനായിട്ട് ഇവന് മോട്ടിവേഷൻ നൽകിയത് സുഹൃത്താണ്. സുഹൃത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഇവനാണ് എല്ലാ സഹായങ്ങളും, സുഹൃത്താണ് നമ്മുടെ രോഹിത്തിന് പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ സൈലത്തിൽ എന്ത് ചെയ്യുന്നു, ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു. അവൻ നമ്മൾ ക്ലാസ്സുകൾ സുഹൃത്തായിരിക്കും ഈ പ്ലാറ്റ്ഫോം പറഞ്ഞു, മേ ബി ആയിരിക്കും. അവൻ എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, പരീക്ഷ നടന്നു. പക്ഷെ ആ പരീക്ഷ നടത്തി അമ്മ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. കൂടെയുള്ള കുട്ടികളെല്ലാം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പോകുന്നു എന്നാണ്. പക്ഷെ അന്ന് മൻസൂർ സാറ് പറഞ്ഞ ചില വാക്കുകളാണ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 മാസം അവൻ വീടിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. 6 മാസം വീടിന് വെളിയിൽ ഇറങ്ങിയില്ല, വീട്ടിനുള്ളിൽ തന്നെ ആയിരുന്നു. അവന്റെ ബേസ് സെറ്റ് ചെയ്തു, നോട്ട് സെറ്റ് ചെയ്തു, പഠിച്ചു, കാര്യങ്ങൾ പഠിച്ചു, സെറ്റ് ചെയ്തു. പക്ഷെ 6 മാസം കഴിഞ്ഞ് പിന്നെ നടത്തിയ പരീക്ഷകളിൽ അവൻ നോക്കുമ്പോൾ അവന്റെ റിസൾട്ട് അവൻ തന്നെ അതിശയിച്ചു പോയി. അതായത് എന്താണ് മേളിലേക്ക് കയറി വരികയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കി അവര് ഇരുന്ന് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്ന ആളാണോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആളാണോ എന്നൊരു ഡിഫറൻസ് നമുക്ക് അവിടെ ഇല്ല. നമുക്ക് റിസൾട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എത്തിച്ചേരാം. പിന്നെ സാറേ, ഞാനൊരു കാര്യം എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഈ ലിസ്റ്റിൽ കയറാനാണ് പ്രയാസം അല്ലേ. അങ്ങനെ നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് നമ്മൾ കാര്യം പഠിച്ച ഒരു ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അത്ര ആളുകൾ ഏത് എക്സാം എഴുതുമ്പോൾ ലിസ്റ്റ് കയറും. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ്. പിന്നെ അവർക്ക് റാങ്ക് ഉറപ്പാകുന്ന രീതിയിലേക്ക് അവർ മാറും. ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അത് കിട്ടിക്കോളും. അപ്പൊ അങ്ങോട്ട് എത്താനാണ്, എത്താനുള്ള എഫേർട്ടാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ മൻസൂർ സാർ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 51 എന്നാണ് എന്റെ ഓർമ്മ. 51 ലിസ്റ്റുകളിൽ ഞാൻ ആദ്യമായിട്ട് മൻസൂർ സാറിന്റെ ഇത് കേൾക്കുന്നത്, റാങ്കുകളുടെ രാജകുമാരൻ മൻസൂർ അലി കാപ്പുങ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എനിക്കൊന്ന് തൊഴിൽ വാർത്തയിലോ എന്തോ ആണ് ഒരു ഇത് കണ്ട ഫീച്ചർ. എനിക്ക് അപ്പൊ ഞാൻ 51 ലിസ്റ്റോ, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു സമയമാണ് അത്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മിച്ചത്, നമ്മളിപ്പോ സക്സസ് മീറ്റിൽ വിജയിച്ച ആൾക്കാരുടെ കാര്യം പറഞ്ഞു. എനിക്ക് ഓഫ്ലൈൻ ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ LDCയുടെ എക്സാം കഴിഞ്ഞു, അപ്പോൾ അതിന്റെ റിസൾട്ടും വന്നിരിക്കുന്നു. അപ്പൊ ആ ഒരു ഘട്ടത്തില് കോഴിക്കോട് ഓഫ്ലൈൻ ക്യാമ്പസിൽ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി, അപ്പോൾ ആ കുട്ടി ഞാൻ ഫാക്കൽറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുട്ടിയെ കാണുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു LDC ഇതൊന്നല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് ആ കുട്ടിയുടെ കണ്ണങ്ങ് നിറഞ്ഞു. അപ്പോൾ എന്ത് പറ്റും മോളെന്ന് ചോദിച്ചപ്പോഴേക്കും ആ കുട്ടി പറഞ്ഞത്, സാറേ നിങ്ങൾ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ അധ്യാപകർ പറഞ്ഞു തന്ന ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു, അത് മാത്രം ഞാൻ കൃത്യമായിട്ട് നോക്കി പോയിരുന്നുവെങ്കിൽ എനിക്കൊരു 80+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ അതില്ലാണ്ട് വാരി വലിച്ച് കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവസാനം വന്നപ്പോഴേക്കും എനിക്ക് വിചാരിച്ച രീതിയിൽ നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ആദ്യം അധ്യാപകരെ വിശ്വാസം ഇതിലെടുക്കുക. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ
UPSC പരീക്ഷയ്ക്ക് വയനാട് ജില്ലയിൽ 7ാം റാങ്ക് നേടിയ ആൻമേരി, എനിക്ക് ഓർമ്മയുണ്ട് UPSCയുടെ സക്സസ് മീറ്റിൽ ഞാനാണ് ആ കുട്ടിയുടെ ഇന്റർവ്യൂ എടുക്കുന്നത്, ബൈറ്റ് എടുക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ എനിക്ക് എപ്പോഴും അത് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, എന്ത് പഠിക്കണമെന്നും എന്ത് പഠിക്കണ്ട എന്നും സൈലം കൃത്യമായിട്ട് എന്നെ പഠിപ്പിച്ചു. അപ്പൊ എന്ത് പഠിക്കണമെന്നുള്ളത് ഓക്കെ, എന്ത് പഠിക്കണ്ട, ഏത് സ്കിപ്പ് ചെയ്യണമെന്ന് വരെ കൃത്യമായി പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ സൈലത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ സിലബസ് എല്ലാവരും തീർക്കുന്നുണ്ട്, സിലബസ് എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് ഏത് ടീമും തീർക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സിലബസ് തീർക്കുന്നതോടൊപ്പം അത് ആ സിലബസിലെ ഇന്ന ഏരിയ ആണ് ഇമ്പോർട്ടന്റ്, ഇന്ന ഏരിയയിലോട്ട് നിങ്ങൾ വല്ലാതെ പോകണ്ട, അത് നമ്മുടെ സമയത്തെ എന്ത് ചെയ്യും, വല്ലാതെ എടുത്ത് കളയും എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മുടെ ആ ക്ലാസിന്റെ ഒരു രീതിയും ശൈലിയും. അത് തന്നെയാണ് മൻസൂർ സാറും പല പല വേദികളിലും സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് LPയുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ സക്സസ് മീറ്റ് നടക്കുമ്പോൾ നമുക്ക് വയനാട്ടിലെ റാങ്കുകാരി പുള്ളിക്കാരി പറഞ്ഞതുണ്ട്. മൻസൂർ സാർ പറഞ്ഞ കാര്യമാണ്, 3 നേരം കഴിക്കാൻ ഭക്ഷണവും, 3 നേരം കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ ഒരു കിടക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല സാർ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ എന്റെ ഡോറിൽ പോയിട്ട് സുഖമായി ഇരിക്കരുത് എന്ന് എഴുതി ഒട്ടിച്ചു വെച്ചു. ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കുറുക്ക് വഴികൾ നമ്മളില്ല. നമ്മൾ ആ ഒരു ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിജയത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ LDCയുടെ ആണെങ്കിലും LPUPയുടെ ആണെങ്കിലും ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിലും നമ്മുടെ ആദ്യ റാങ്കുകൾ നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സക്സസ് മീറ്റുകളെല്ലാം നമ്മൾ നടത്തുന്നത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ റാങ്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്നതിനൊപ്പം തന്നെ ഇനി വരുന്ന കുട്ടികൾക്ക് അവർക്കൊരു എന്താണ് ഒരു പ്രചോദനമാണ്, അവർക്കൊരു മാർഗം, ഒരു ലക്ഷ്യം. യഥാർത്ഥത്തിൽ അവരൊന്നും തോറ്റുപോയവരല്ല, ഇനി തോറ്റു പോകാതിരിക്കാനാണ് നമ്മൾ ഈ 3 ആളും ഒത്തൊരുമിച്ച് ഇരിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഇനിയും സമയമുണ്ടല്ലേ, സമയം നമുക്ക് നമ്മുടെ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു പെർഫെക്റ്റ് ടൈമാണ്. നമ്മുടെ മുന്നിൽ ഒരു 15 മാസക്കാലം ചുരുങ്ങിയത് നമ്മുടെ മുന്നിലുണ്ട്. കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് സൈലം പറഞ്ഞ സ്ട്രാറ്റജി, ആ വേർഡ് തന്നെ ഞാൻ പറയും, നമ്മൾ കൊടുക്കുന്ന സ്ട്രാറ്റജിയിലൂടെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു LDC, കഴിഞ്ഞ LDCക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ വിജയിച്ചൊരു 2K കിഡും കാസർഗോഡ് ജില്ല വിജയിച്ചൊരു 80s കിഡുമാണ്. അപ്പൊ 2 ജനറേഷൻ ഗ്യാപ്പിലുള്ള ആൾക്കാരെ 2 പേരെയും ഒരേപോലെ റാങ്കിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇപ്പൊ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് എന്താണ്, എനിക്ക് 30 വയസ്സ് എന്നെ പറ്റുമോ? അപ്പൊ നമുക്ക് ജയേഷിന്റെ വാക്കുകൾ നോക്കിയാൽ 39ാമത്തെ വയസ്സിലാണ് ക്രാക്ക് ചെയ്യുന്നത്. ഒറ്റ പരീക്ഷ, അത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ ഇല്ല. ഓക്കെ, 2K കിട്ടിന്റെ വിചാരം എന്താ, എന്നെക്കാള് ഒരുപാട് ഏജിലുള്ള ആൾക്കാരോടാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടിയോ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന അഭിഷേകിന്റെ വാക്കുകൾ, ട്രിവാൻഡ്രം ജില്ല 1ാം റാങ്ക് അഭിഷേക് നമ്മുടെ ഒരു മുന്നിലുണ്ട്. അപ്പൊ 2 വ്യത്യസ്ത ആൾക്കാരെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റി, ഒരേപോലെ മോണിറ്റർ ചെയ്ത് നമുക്ക് സിംഗിൾ ഡിജിറ്റിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളത് സൈലത്തിന്റെയും അധ്യാപകരുടെ ഒരു സ്ട്രാറ്റജിയുടെ വിജയം. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയുമായിട്ടാണ് നമ്മുടെ സൈലം PSC നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ ഇനി അടുത്ത LPUP പരീക്ഷ 2027 നടക്കുന്നു, അതിന്റെ റിസൾട്ട് 2028 ആ ഒരു 29 ആയിട്ട് നമുക്ക് വരുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു സക്സസ് മീറ്റ് നടത്തുന്നുണ്ട്. ആ സക്സസ് മീറ്റില് നിങ്ങളും അഭിമാനത്തോടു കൂടി മുന്നിൽ വന്നു നിന്ന് മൻസൂർ സാറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു എന്താണ് ആദരവ് വാങ്ങി നിങ്ങൾ അഭിമാനത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ നിൽക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈലം PSC നമ്മുടെ പുതിയ LPUP ബാച്ചുകൾ ആരംഭിക്കുകയാണ് ഈ ജൂൺ മാസത്തിലാണ്. നിങ്ങൾക്ക് നമ്മളോടൊപ്പം 100% വിശ്വാസത്തോടു കൂടി ജോയിൻ ചെയ്യാതെയാണ് നിങ്ങളെ ആ ഒരു റിസൾട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക്, ആ ഒരു പദവിയിലേക്ക് നിങ്ങളെ നമ്മൾ എത്തിച്ചിരിക്കും. പക്ഷെ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, ഒരിക്കലും നമുക്ക് ആ വിജയത്തിന് എന്തില്ല, കുറുക്ക് വഴികളില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതേപോലെ സ്മാർട്ട് വർക്കും വേണം. അതിന് രണ്ടിനുമുള്ള ഒരു വഴികാട്ടിയായിട്ട് സൈലം PSC എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ആയിരിക്കും. അപ്പൊ ഇനി ഒട്ടും എന്ത് ചെയ്യണ്ട, ഒരു ആ നെഗറ്റീവ് മൈൻഡൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് ഈ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി സൈലത്തിന്റെ ഒപ്പം കൂടാം എന്നൊരു പോസിറ്റീവായ ചിന്തയോടുകൂടി നിങ്ങൾ നല്ല മക്കളായിട്ട് സൈലത്തിന്റെ കൂടെ പോരൂ. നിങ്ങളുടെ ആ സ്വപ്ന തുല്യമായ ജോലി ഞങ്ങളെല്ലാവരും കൂടി വളരെ സൂപ്പറായിട്ട് നിങ്ങളെ മുമ്പിൽ ഞങ്ങൾ വെച്ചു തരും.
നിങ്ങൾ അതങ്ങനെ സ്വീകരിച്ചാൽ മതി. അല്ലേ മാഷേ? തീർച്ചയായും അല്ലേ? അപ്പൊ ഞാനിപ്പോ എല്ലാ ക്ലാസ്സുകളും പറയുന്നതാണ്, നമുക്ക് അടുത്ത സക്സസ് മീറ്റുകളിൽ കാണണം എന്ന രീതിയിലാണ് പറയാം. അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ എല്ലാ ക്ലാസ്സുകളും നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് തരിക. അതിനകത്ത് SCERT NCERT ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റുകൾ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മോക്ക് എക്സാംസ് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ആൻഡ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാകും, പിന്നെ നമ്മൾ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. പിന്നെ നമുക്ക് പ്രിന്റബിൾ നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് മെന്റർ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ LPUP പരീക്ഷകൾക്ക് നമുക്ക് ഇന്റർവ്യൂ എന്നൊരു സാധനങ്ങളുണ്ട്. ആ ഇന്റർവ്യൂ ഗൈഡൻസും നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിനോടൊപ്പം അതായത് എല്ലാം ഉണ്ട് ഇവിടെ. ഇതിനോടൊപ്പം 51 ലിസ്റ്റുകളിൽ തെളിയിച്ച മൻസൂർ അലി കാപ്പുങ്കൽ എന്ന് പറയുന്ന ഞങ്ങളുടെ കപ്പിത്താൻ മൻസൂർ അലി മൻസൂർ അലി കാപ്പുങ്കൽ എന്ന് പറയുന്ന സൈലം PSCയുടെ കപ്പിത്താൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ധൈര്യമായിട്ട് സൈലത്തെയും ഞങ്ങളെയും വിശ്വസിച്ച് വന്നോളൂ. പേടിക്കണ്ട, അടിച്ചു കയറി പോരി. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.